ശാന്തിക്കും സുഖത്തിനും വേണ്ടിയാണ് എല്ലാവരും പ്രയത്നിക്കുന്നതും ആഗ്രഹിക്കുന്നതും. എന്നാൽ അതുമാത്രം ആർക്കും കിട്ടുന്നില്ല. പുറമേയുള്ള വസ്തുക്കൾ സുഖം തരുമെന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോകും. എന്നാൽ ആ സുഖം ശാശ്വതവുമല്ല, സന്തോഷത്തെയും തരുന്നില്ല. ആ സുഖം ദുഃഖത്തിൽ തന്നെയാണ് പര്യവസാനിക്കുന്നത്. നിത്യാനന്ദം തരുന്നത് ഭഗവത് സ്മരണ മാത്രമാണ്. ആ ഭഗവത് കഥകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഭാഗവത ശാസ്ത്രം. 4 പുരുഷാർത്ഥങ്ങളിൽ ശ്രേഷ്ഠമായ മോക്ഷം സാധിപ്പിച്ചു തരുന്നതാണ് ഈ ഭാഗവതം. സത്ത്, ചിത്ത്, ആനന്ദം ഇത് മാറാത്ത വസ്തു, നിത്യവസ്തുവാണ്. നാമരൂപങ്ങളോ മാറുന്നതാണ്. മാറുന്ന വസ്തുക്കളെ മാറാത്തതായ സത്യാനന്ദ സ്വരൂപത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് ജ്ഞാനയോഗം, ഭക്തിയോഗം മുതലായ കൊണ്ട് സാധിക്കുന്നതാണ്. ലോകത്തെ പലതായി കാണുന്നതാണ് മായ. ആ മായയെ തരണം ചെയ്യാൻ മായാധീശനായ ആ ഭഗവാനെ തന്നെ ആശ്രയിക്കണം. ശാന്തിയും സമാധാനവും ലഭിക്കാൻ ജീവിത രഹസ്യം എന്താണെന്ന് അറിയണം. ഭാഗവതത്തിലെ കഥകൾ ജീവിതാനുഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പ്രലോഭനങ്ങളെ അതിജീവിച്ച ഉത്തമ ഭക്തന്മാരെ ഭാഗവതം നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഒരു വരവും ആഗ്രഹിക്കുവാൻ തോന്നരുതേ എന്നാണ് പ്രഹ്ലാദൻ ആവശ്യപ്പെട്ടത്. പൂർണ്ണമായ ആത്മസമർപ്പണമാണ് യഥാർത്ഥ ഭക്തി. ഞാൻ എന്ന ഭാവം ഇല്ലാതാക്കാനാണ് ഭഗവാൻ മഹാബലിയെ പരീക്ഷിച്ചത്. എല്ലാം തനിക്ക് സ്വന്തമാണെന്നും എന്തും കൊടുക്കുവാൻ താൻ പ്രാപ്തനാണെന്നുള്ള ആ മുൻവിധി വാമനൻ്റെ മുമ്പിൽ അസ്തമിച്ചു. ശ്രീകൃഷ്ണ ലീലകൾ ഏതൊരു ഭഗവാനെയും ഭഗവാനിൽ എത്തിക്കും. സംസാര സാഗരത്തിൽ മുങ്ങി കർമ്മങ്ങളാകുന്ന മുതലയാൽ പിടികൂടപ്പെട്ട നമുക്ക് ഭഗവാൻ മാത്രമേ ശരണമായിട്ടുള്ളൂ. പരീക്ഷിത്ത് 6 ദിവസം കഥ കേട്ടു. 7-ാം ദിവസം ആയതോടെ ഞാൻ ഈ തക്ഷകദംശത്തെ ഭയപ്പെടുന്നില്ലെന്ന് നിഷ്പ്രയാസം പറഞ്ഞ് ലോകത്തെ ഞൊടിയടിയിൽ വിട്ട് സ്വന്തം ഉള്ളിലേക്കല്ലേ ഇറങ്ങി അമർന്നത്. അതേപോലെ ഭക്തന്മാരെ അന്തർമുഖമാക്കി ആത്മനിർവൃതരാക്കിയാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. ഭക്തിയുടെയും ഭക്തൻ്റെയും തിരച്ചൽ വാസ്തവത്തിൽ സ്വന്തം ഉള്ളിലേക്കുള്ളത് തന്നെ. മനുഷ്യനിലെ ഉള്ളിലേക്ക് നയിക്കുന്നതും നിർബന്ധിക്കുന്നതും ശ്രീമദ് ഭാഗവതം തന്നെയാണ്. നമ്മൾ ഉള്ളു ഉരുകി പ്രാർത്ഥിച്ച ഭഗവാൻ നമുക്ക് സാധിച്ചു തരാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതിനൊരു ദൃഷ്ടാന്തമാണ്, പണ്ട് ശക്തൻ തമ്പുരാൻ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് മഴ തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി അതിന് പരിഹാരം ആരാഞ്ഞു. അവർ പറഞ്ഞു, 12 ദിവസം നീണ്ടു നിൽക്കുന്ന വരുണയാഗം കഴിച്ചാൽ തീർച്ചയായിട്ടും മഴ പെയ്യുമെന്ന്. ആ രാജാവ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഈ ബ്രാഹ്മണർ അവനവനൻ്റെ ആവശ്യത്തിനുള്ള സമ്പത്തിന് വേണ്ടിയിട്ടും ഈ യാഗത്തിൻ്റെ ഉള്ള ദ്രവ്യങ്ങളുണ്ടല്ലോ അതിന് ധാരാളം ഇങ്ങനെ ഒരു ലിസ്റ്റ് എഴുതി ആ രാജാവിന് കൊടുത്തു. ആ രാജാവ് അതൊക്കെ തയ്യാറാക്കി യാഗം തുടങ്ങി. 11 ദിവസം യാഗം കഴിഞ്ഞു, മഴയുടെ ലക്ഷണം ഒന്നുമില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, നാളെ യാഗം അവസാനിക്കുകയാണ്, അതിനുള്ളിൽ മഴ പെയ്തില്ലെങ്കിൽ നിങ്ങൾ ആരും ഇവിടുന്ന് പോവില്ല, നിങ്ങളുടെ തല വെട്ടും ഞാൻ എന്ന് പറഞ്ഞു. ശക്തൻ തമ്പുരാണ് അതുകൊണ്ട് പറഞ്ഞത് ചെയ്യും. ഈ ബ്രാഹ്മണർക്ക് വളരെ പരിഭ്രമമായി, എന്തു ചെയ്യണമെന്നറിഞ്ഞില്ല. അപ്പോൾ അവർ പിറ്റേ ദിവസം ആ വരുണജപം നല്ലോണം ശ്രദ്ധയായിട്ട് അങ്ങോട്ട് ജപിച്ചു. അതിനുശേഷം ഭഗവാനെ അങ്ങനെ ഉള്ളുറുകി പ്രാർത്ഥിച്ചു, ഭഗവാനെ ഈ മഴ പെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഈ രാജാവ് കൊല്ലും, അതുകൊണ്ട് അങ്ങ് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ നിവൃത്തി മാർഗം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എന്തിനു പറയണ, ആ യാഗം അവസാനിക്കുന്ന മുമ്പ് തന്നെ മഴ പെയ്തു തുടങ്ങി. നമുക്ക് ഈ കാലഘട്ടത്തിൽ യാഗങ്ങളോ യജ്ഞങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ സൗകര്യമോ ചുറ്റുപാടോ ഒന്നും തന്നെ ഇല്ല. എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം നിത്യേന ഭാഗവത പാരായണം ചെയ്യുന്നതാണ്. ഈ ഭാഗവതത്തിലെ കഥകളും തത്വങ്ങളും ഭാഗവത ഗംഗ മൂലം ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാർ നമുക്ക് ലളിതമായ ഭാഷയിൽ വിവരിച്ചു തരുന്നുണ്ട്. അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഓരോരു ഗൃഹത്തിലും ഭാഗവതം വായിക്കുമ്പോൾ സർവ്വതീർത്ഥങ്ങളും അവിടെ എത്തിച്ചേരുമെന്നാണ് പ്രമാണം. ഇപ്പോൾ ഭാഗവത ഗംഗ എല്ലാവരുടെ വീട്ടിലേക്കും ഒഴുകി എത്തുകയാണ്. അത് നമ്മൾ വേണ്ട പോലെ ഉപയോഗിക്കണം.
ഭാഗവത ഗംഗ മേലുമേലും അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മത്സ്യാവതാരം. അഷ്ടമസ്കന്ധത്തിലെ 24-ാമത്തെ അധ്യായത്തിലാണ് മത്സ്യാവതാരം വർണ്ണിക്കുന്നത്. ഈ അധ്യായത്തോടുകൂടി അഷ്ടമസ്കന്ധം അവസാനിക്കുകയാണ്. ഈ സ്കന്ധത്തിലെ വിഷയം മന്വന്തര വർണ്ണനം അഥവാ സദ്ധർമ്മ നിരൂപണം. മനുഷ്യരുടെ ദുർവാസനകളെ നശിപ്പിച്ച് അന്ധകരണത്തെ ശുദ്ധമാക്കാനുള്ള സദ്ധർമ്മങ്ങളെ അനുഷ്ഠിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ സദ്ധർമ്മ നിരൂപണം എന്ന പേര് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ മത്സ്യാവതാരം ശരിക്ക് ഗുരുതത്വമാണ്. അത് ഒരു രാജാവിൻ്റെ കഥ മൂലം നമുക്ക് പറഞ്ഞു തരികയാണ്. വാമനാവതാരത്തിൽ ചെറിയ രൂപം ധരിച്ച് വിശ്വരൂപനായ വാമനൻ്റെ ചരിതം ശ്രവിച്ച രാജാവ് അതേപോലെ സൂക്ഷ്മരൂപത്തെ പ്രകാശിപ്പിച്ച് ബൃഹദ് രൂപത്തെ ധരിച്ച ആ മത്സ്യാവതാരത്തെ പറയണമെന്ന് അപേക്ഷിക്കുന്നു. അവതാര കഥാം ആദ്യം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ മത്സ്യാവതാരം ആദ്യമേ ഉള്ളതാണ്. അതിപ്പോൾ അഷ്ടമസ്കന്ധത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഈ മത്സ്യം സാധാരണ മത്സ്യമല്ല, ഒറിജിനൽ മത്സ്യമല്ല. അത് ഭഗവാൻ തൻ്റെ മായാശക്തി കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ആണ് ഇതിനെ മായാ മത്സ്യമെന്നും പറയുന്നത്. ഭഗവാൻ മായാ മത്സ്യത്തെ ധരിച്ചു. ഭഗവാൻ കാലത്തിനും ദേശത്തിനും കർമ്മത്തിനും ഒക്കെ അതീതനായിട്ടുള്ളവനാണ്. അങ്ങനെയുള്ള ഭഗവാൻ എന്തിനാണ് ഈ ലോകരാൽ പുച്ഛിക്കപ്പെടുന്നത്? അയ്യയ്യേ, ഈ മത്സ്യരൂപം തന്നെയാണോ ഭഗവാനെ എടുക്കാൻ കിട്ടിയത് എന്ന് പറയുന്ന രീതിയിൽ, അതുപോലെ തമോ ഗുണ സ്വരൂപമുള്ളതാണ് ഈ മത്സ്യം, ദുസ്സഹമായിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മത്സ്യത്തിനെ എന്തിനാണ് ഈ ഭഗവാൻ സ്വീകരിച്ചത് എന്നാണ് ചോദ്യം. ഇത്യുക്തോ വിഷ്ണുരാധേന ഭഗവാൻ ബാദരായണി ഉവാചരിതം വിഷ്ണോർ മത്സ്യരൂപേണ യത്കൃതം. പരീക്ഷിത്ത് മഹാരാജാവ് ഇങ്ങനെ ചോദിച്ചപ്പോൾ സർവജ്ഞനായ വ്യാസപുത്രൻ മത്സ്യരൂപത്താൽ ചെയ്യപ്പെട്ട ആ വിഷ്ണു ചരിത്രത്തെ പറഞ്ഞു. സർവജ്ഞനും സർവേശ്വരനുമായ ഭഗവാൻ പശുക്കൾ, ബ്രാഹ്മണർ, ദേവന്മാർ, സാധുക്കൾ എന്നിവരുടെ സംരക്ഷണത്തിനും അർത്ഥത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വേദോക്ത കർമ്മങ്ങളുടെയും രക്ഷണത്തിനു വേണ്ടിയിട്ട് പല പല അവതാരങ്ങൾ സ്വീകരിക്കുന്നു. ഭഗവാൻ നിർഗുണനാണ്, സ്വേച്ഛാനുസരണമാണ് അവതരിക്കുന്നത്. എന്നാൽ ജീവാത്മാക്കൾ ദേഹാഭിമാനികളാണ്. അതുകൊണ്ട് അവർ പാപപുണ്യങ്ങൾക്ക് അനുസരിച്ചാണ് ജനിക്കുന്നത്. കാറ്റ് വീശുമ്പോൾ ഇത് ദുർഗന്ധവസ്തു, ഇത് സുഗന്ധവസ്തു എന്ന് നോക്കിയിട്ടൊന്നുമല്ല വീശുന്നത്. കാറ്റ് എല്ലാ സ്ഥലത്തും ഒരുപോലെ വീശുന്നു. കാറ്റ് അതിൻ്റെ ആ വസ്തുവിൻ്റെ ഗുണത്തെ നോക്കിയിട്ടല്ല വീശുന്നത്. അതുപോലെ അഗ്നിയും എന്തുകൊണ്ടിട്ടാലും അഗ്നി അതൊക്കെ ദഹിച്ചു പോകും. ഇവിടെയും ഭഗവാൻ നികൃഷ്ട രൂപമെടുത്താലും ഉത്കൃഷ്ട രൂപമെടുത്താലും ആ വസ്തുവിൽ ഭഗവാന് യാതൊരു ഒട്ടലുമില്ല. ഭഗവാൻ നിർഗുണനാണ്. ഈശ്വരൻ എന്ത് ചെയ്താലും അതിലൊരു ഈശ്വരീയത തുളുമ്പി നിൽക്കും. ഓരോ സന്ദർഭത്തിലും ഓരോ രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെടും. ഇവിടെ വേദരക്ഷയ്ക്ക് വേണ്ടിയാണ് മത്സ്യരൂപം ധരിച്ചത്. കാരണം ജലാശയത്തിൽ സ്വച്ഛമായി വിഹരിക്കാൻ മത്സ്യത്തിനേ കഴിയൂ. ഇതിനുമുമ്പ് ഭഗവാൻ വരാഹരൂപം എടുത്തു. വരാഹം എന്ന് പറഞ്ഞാലോ പന്നിയാണ്. പന്നി ഒരു നികൃഷ്ട ജീവിയല്ലേ, ചളിക്കുണ്ടിലാണ് വാസം. അവിടെയും ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിൽ നിന്നും അങ്കുഷ്ഠമാത്ര പരിമാണത്തിലാണ് പുറത്തു ചാടിയത്. എന്നിട്ടോ ഭൂമിയെ സമുദ്രത്തിൽ നിന്നും ഉദ്ധരിച്ച് ഒരു കടുമണി എന്നോളം തേറ്റപ്പല്ലിൽ വെച്ച് പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ ആ ഭൂമിക്ക് തന്നെ നമുക്ക് വലിപ്പം അറിയാം. അപ്പോൾ വരാഹരൂപത്തിൻ്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാകുമല്ലോ. അത്ഭുതം തന്നെയാണ്. വരാഹം നികൃഷ്ട ജീവിയാണെങ്കിലും യജ്ഞവരാഹമൂർത്തി എന്നാണ് പറയുന്നത്. പാലാഴി മഥനത്തിൽ ദേവന്മാരും അസുരന്മാരും ഒരുപോലെയാണല്ലോ പ്രയത്നിച്ചത്. അമൃതം വന്നപ്പോൾ അസുരന്മാർ അത് തട്ടിക്കൊണ്ടുപോയി. ഭഗവാൻ അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് സമാധാന രീതിയിൽ അമൃതം കൈക്കലാക്കി. അവിടെയും ഭഗവാൻ മോഹിനി രൂപം ധരിച്ച് ആ അസുരന്മാരെ മോഹിപ്പിച്ചു. എന്നിട്ടോ ദാനവന്മാർക്ക് അമൃത് വിളമ്പിക്കൊടുക്കുകയും ചെയ്തു. പിന്നെ വേദവ്യാസ മഹർഷി വരച്ചു തന്ന അവതാര ചിത്രം കുള്ളൻ ബ്രഹ്മചാരിയുടേതാണ്. അതേ കുറിയ രൂപം ആവശ്യം വന്നപ്പോൾ 3 ലോകങ്ങളെയും അതിക്രമിച്ച് വിശ്വരൂപനായി. പിന്നെ വേദവ്യാസ മഹർഷിക്ക് ചിത്രീകരിക്കാനുള്ളത് ഈ ഒറ്റക്കൊമ്പൻ മത്സ്യത്തെയാണ്. എല്ലാ അവതാരങ്ങളിലും ചില സവിശേഷതകൾ ഉണ്ടാകും. ലോകത്തിൽ
എല്ലാ ജീവികളും ഈശ്വര സൃഷ്ടവും ഈശ്വര വ്യാപ്തവുമാണ്. ഓരോന്നും ചെയ്യുന്ന പ്രവൃത്തികൾ ഭിന്നമായിരിക്കാം, രൂപങ്ങൾ ഭിന്നമായിരിക്കാം, പക്ഷേ ഈശ്വരതയ്ക്ക് ഒരു മാറ്റവുമില്ല. അത് മനസ്സിലാക്കാൻ കൂടിയാണല്ലോ ഭഗവാൻ ഈ മത്സ്യരൂപം ധരിച്ചത്. ഇങ്ങനെ വ്യത്യസ്ത അവതാരങ്ങളും ഉണ്ടാകുന്നത്. ഭഗവാൻ മത്സ്യമായത് എങ്ങനെ, ആകുന്നത് എങ്ങനെ എന്ന് പരീക്ഷത്തിന് അത്ഭുതം തോന്നി. ഇങ്ങനെ പലർക്കും തോന്നാതിരിക്കാനിടയില്ല. ബ്രഹ്മാവിൻ്റെ നിദ്ര നിമിത്തമുണ്ടാകുന്ന ലയത്തിന് നൈമിത്തിക പ്രളയമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ കൽപ്പത്തിൻ്റെ അവസാനത്തിലുണ്ടായ പ്രളയത്തിൽ ഭൂരാദികളായ എല്ലാ വസ്തുക്കളും ജലത്തിൽ മുങ്ങി. പകൽ സമയം കഴിഞ്ഞ് സൃഷ്ടി കഴിഞ്ഞ് രാത്രിയായപ്പോൾ ബ്രഹ്മാവ് നിദ്രയിലാണ്ടു. ആ സമയത്ത് ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്നും വേദാഭിമാനികളായ ദേവതകളെ ഹയഗ്രീവൻ എന്ന അസുരൻ അപഹരിച്ചു കൊണ്ടുപോയി. അസുരന്മാരുടെ അധിപനായ ഈ ഹയഗ്രീവൻ വേദങ്ങളെ അപഹരിച്ചു കൊണ്ടുപോയത് അറിഞ്ഞ് ഭഗവാൻ ആ വേദങ്ങളെ വീണ്ടെടുക്കുവാനായി ശബരി രൂപം ധരിച്ചു. ഈ അവതാരമെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. വിഷ്ണുഭക്തനും മഹാനും സർവജ്ഞനുമായ സത്യവ്രതൻ എന്നൊരു രാജർഷി ഉണ്ടായിരുന്നു. നാരായണഭക്തനായ അദ്ദേഹം ജലപാനം മാത്രം സ്വീകരിച്ചുകൊണ്ടാണ് തപസ് ചെയ്യുന്നത്. ആ ഭക്തനെയും കൂടി, ആ സത്യവ്രത രാജാവിനെയും അനുഗ്രഹിക്കാൻ കൂടിയിട്ടാണ് തത്വോപദേശം ചെയ്ത് അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചാണ് ഈ മത്സ്യരൂപം എടുത്തത്. ഏകദാ കൃതമാലായാം കുർവതോ ജലതർപ്പണം തസ്യാഞ്ജലിയുദകേ കാച്ചിശബര്യേകാഭ്യവദ്യതാം. ദ്രവിഡദേശത്ത് രാജാവായ ആ സത്യവ്രതൻ ഒരു ദിവസം കൃതമാല നദിയിൽ ജലതർപ്പണം ചെയ്യാൻ പോയി. അർഘ്യം കൊടുക്കുവാനായി ജലം കയ്യിലെടുത്തപ്പോൾ അതിൽ സുവർണ്ണ നിറത്തിലുള്ള ഒരു ചെറിയ മത്സ്യം. ആ മത്സ്യത്തിനെ ജലത്തോടുകൂടി ആ നദിയിൽ ഉപേക്ഷിക്കാൻ പുറപ്പെട്ടപ്പോൾ ആ മത്സ്യം സംസാരിച്ചു. രാജാവേ, എന്നെ ഇതിൽ ഉപേക്ഷിക്കരുത്, മറ്റു ജന്തുക്കളെല്ലാം എന്നെ ഭക്ഷിക്കും, അതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ രാജാവിന് ദയ തോന്നി. തൻ്റെ ജലപാത്രത്തിൽ കമണ്ടലുവിൽ ആ മത്സ്യത്തിനെ ആക്കി തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. ആ ആശ്രമത്തിൽ എത്തുമ്പോഴേക്കും ആ മത്സ്യം ആ കമണ്ടലു മുഴുവനും നിറഞ്ഞ് അനങ്ങാൻ പറ്റാത്ത രീതിയിലായി. അപ്പോൾ ആ മത്സ്യം പറഞ്ഞു, രാജാവേ, എന്നെ വിശാലമായ ഒരു വാസസ്ഥലം എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. ആ രാജാവ് വലിയ കുട്ടകത്തിൽ വെള്ളം നിറച്ച് ആ മത്സ്യത്തെ അതിലിട്ടു. ക്ഷണനേരം കൊണ്ട് ആ മത്സ്യം വർദ്ധിച്ച് വലുതായി. പിന്നെ രാജാവ് കുളത്തിൽ കൊണ്ടിട്ടു, അവസാനം നദിയിൽ കൊണ്ടിട്ടു ആ മത്സ്യത്തെ. ആ മത്സ്യം വർദ്ധിച്ച് മഹാമത്സ്യമായി തീർന്നു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, എന്നെ ക്ഷയിക്കാത്തതായ ജലത്തോടു കൂടിയ ഒരു ജലാശയത്തിൽ എന്നെ കൊണ്ടുവിടണമെന്ന്. ആ ക്ഷയിക്കാത്ത ജലാശയം ഏതാണ്? സമുദ്രം തന്നെയാണ്. ആ സമുദ്രത്തിൽ കൊണ്ട് തൻ്റെ യോഗശക്തി കൊണ്ടാണ് സത്യവ്രതൻ ആ മത്സ്യത്തെ സമുദ്രത്തിൽ കൊണ്ടിട്ടത്. അപ്പോഴും ആ സമുദ്രം മധുരമായി സംസാരിച്ചു. രാജാവേ, എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നല്ലോ, ഇവിടെ വലിയ വലിയ മകര മത്സ്യങ്ങളുണ്ട്, തിമിംഗലങ്ങളുണ്ട്, അവയ്ക്ക് എന്നെ ഭക്ഷിക്കില്ലേ, രാജാവിനെ ഉപേക്ഷിച്ച് പോകുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് അത്ഭുതം തോന്നി. സത്യവ്രതൻ ചോദിക്കുകയാണ്, ഞങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന അങ്ങ് ആരാണ്? ഈ മത്സ്യരൂപം ധരിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത്രയും മഹാത്മ്യമുള്ള മത്സ്യത്തിലെ ജലജന്തുക്കളെ ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അങ്ങയുടെ രൂപം അത്ഭുതം തന്നെയാണ്. ഒരു ദിവസം കൊണ്ട് അങ്ങ് 100 യോജന വിസ്തീർണമുള്ള മത്സ്യരൂപിയായി തീർന്നുവല്ലോ, ആശ്ചര്യം തന്നെ. അങ്ങയെ ഞാൻ ഒരു സാധാരണ മത്സ്യമായി വിചാരിക്കുന്നില്ല. അങ്ങയുടെ രൂപം അമാനുഷികമാണ്. അതുകൊണ്ട് അങ്ങ് സാക്ഷാത് ഭഗവാൻ ശ്രീ ഹരി തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭക്തന്മാരെ അനുഗ്രഹിക്കുവാൻ മായാമത്സ്യ രൂപം ധരിച്ചിരിക്കുകയാണ്. അങ്ങയ്ക്ക് നമസ്കാരം. ഈ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ഈ പുരുഷോത്തമ, ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഭക്തന്മാരായ ഞങ്ങൾക്ക് ആത്മപ്രാപ്തിക്കുള്ള മാർഗം കാണിച്ചു തരണേ. അങ്ങയ്ക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. അങ്ങയുടെ ലീലാവതാരങ്ങളെല്ലാം പ്രാണികളുടെ ക്ഷേമത്തിനു വേണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ മത്സ്യരൂപം ധരിച്ചിരിക്കുന്നത് ഏതൊരു കാര്യം സാധിപ്പാൻ വേണ്ടിയാണെന്ന് അറിവാൻ ആഗ്രഹിക്കുന്നു.
നതേരവിന്ദാക്ഷപദോപസർപ്പണം മൃഷാഭവേ സർവസുഹൃത്പ്രിയാത്മനഃ യതേതരേഷാം പൃഥഗാത്മനാം സദാം അധീദൃശോ യദ്വപുരദ്ഭുതം ഹീനഃ. ഹേ അരവിന്ദലോചന എന്നാണ് സംബോധന ചെയ്യുന്നത്. ദേഹാഭിമാനികളായ ഇതര ജന്തുക്കളെ ആശ്രയിച്ചിട്ട് യാതൊരു ഫലവുമില്ല. അതുകൊണ്ട് പ്രിയനും സുഹൃത്തും ആത്മാവുമായിരിക്കുന്ന അങ്ങയുടെ പാദാരവിന്ദം തന്നെയാണ് ആശ്രയം. അങ്ങയുടെ ഈ അത്യദ്ഭുത രൂപത്തെ കാട്ടിത്തന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഏകാശ്രയന്മാരായ ജനങ്ങൾക്ക് പ്രിയമുള്ളവനും യുഗാവസാനത്തിൽ പ്രളയസമുദ്രത്തിൽ വിഹരിപ്പാൻ ഇച്ഛിക്കുന്നവനുമായ ആ ഭഗവാൻ, കൂടാതെ തൻ്റെ പ്രിയനും ഭക്തനുമായ ആ സത്യവ്രത മഹാരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: ഹേ രാജാവേ, ഈ സ്വരൂപം ഞാൻ അങ്ങയ്ക്ക് കാണിച്ചതിൻ്റെ പ്രയോജനം പറയാം, കേട്ടുകൊള്ളുക. ഇന്ന് തുടങ്ങി 7-ാം ദിവസത്തിൽ ഈ കാണപ്പെടുന്ന ഭൂമി, ജലം തുടങ്ങിയ 3 ലോകങ്ങളും പ്രളയസമുദ്രത്തിൽ മുങ്ങിപ്പോകും. അങ്ങ് ആ സമയത്തിൽ സകല വിത്തുക്കളും ഓഷധികളും ശേഖരിച്ചു കൊണ്ടുവരണം. സപ്തഋഷികളോടുകൂടിയ മഹത്തായ ഒരു കപ്പൽ അങ്ങയുടെ സമീപം വരും. ആ സമയത്ത് പേമാരിയും കൊടുങ്കാറ്റും വന്ന് സമുദ്രം കരകവിഞ്ഞ് ഭൂമിയെ മുക്കും. ആ സമയത്ത് സൂര്യചന്ദ്രാദികളുടെ വെളിച്ചമുണ്ടാവില്ല. സപ്തഋഷികളുടെ ശരീരത്തിലുണ്ടാകുന്ന ബ്രഹ്മ തേജസ് കൊണ്ട് അങ്ങയ്ക്ക് ക്ലേശം കൂടാതെ സഞ്ചരിക്കാം. ഈ ഉലഞ്ഞ ആടുന്ന കപ്പലിൻ്റെ സമീപത്ത് എന്നെ കാണാം. എൻ്റെ കൊമ്പിൽ വാസുകി എന്ന കയറുകൊണ്ട് ബന്ധിപ്പിക്കണം. ഹേ പ്രഭോ, ഋഷികളോടും സപ്തഋഷികളോടും അങ്ങയോടും ഈ കപ്പലിനെ മഹാസമുദ്രത്തിൽ വലിച്ചുകൊണ്ട് സഹസ്ര ചതുർയുഗ പരിമിതമായ ആ ബ്രഹ്മാവിൻ്റെ രാത്രി കഴിയുന്നത് വരെ ഞാൻ സഞ്ചരിച്ചു കൊള്ളും. ആ സമയത്ത് പരബ്രഹ്മമെന്നും പറയപ്പെടുന്ന എൻ്റെ മഹിമയെ സാദരം അങ്ങ് ചോദിച്ചു കൊള്ളുക. എന്നാൽ അനുഗ്രഹരൂപേണ നൽകപ്പെടുന്ന എൻ്റെ പരമാത്മ തത്വത്തെ അങ്ങ് അനുഭവരൂപേണ ആ ഹൃദയത്തിൽ അറിയും. അങ്ങയ്ക്ക് ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകും എന്ന് പറഞ്ഞ് മത്സ്യമൂർത്തിയായ ആ ഭഗവാൻ അന്തർധാനം ചെയ്തു. അനന്തലോകങ്ങൾ വായിൽ തുറന്ന കണ്ണന്റെ ദിവ്യലീല സ്മരണയിൽ വൃന്ദാവനത്തിൽ ലഭിക്കുന്ന വിശുദ്ധ പ്രസാദം പൂജകൾ നടത്തി വൃന്ദാവനം കാണാനാകാത്ത ഭക്തർക്കായി കൊറിയർ വഴി വീട്ടിലെത്തിക്കുന്നു. കണ്ണന്റെ ലീല കൈകളിലെത്തുന്ന അനുഭവം വിശ്വാസത്തോടെ സ്വീകരിക്കൂ. വൃന്ദാവന പ്രസാദം തലമുറകൾക്ക് പ്രകാശമായി നിങ്ങളുടെ പൂജാമുറിക്കുള്ളിൽ. വിളിക്കൂ 9400124048. തീർത്ഥയാത്രയിൽ തിരക്കിലും തിരുവഴിയിലും ഒത്തുചേരാൻ വിശ്വാസത്തിന്റെ അടയാളം. കൂട്ടം തെറ്റിയവർക്ക് കരുതലായ അടയാളക്കോൽ. ദണ്ഡിക, ദൂരത്തുനിന്നും ദൃശ്യം. തീർത്ഥാടകരുടെ സുരക്ഷിത വഴികാട്ടി. ദണ്ഡിക. വിളിക്കൂ 9188182384 9400124048. നെല്ലിന്റെ ചുവന്ന ഉമിയിൽ നിന്നും തയ്യാറാക്കിയ പ്ലേറ്റുകൾ. നിങ്ങൾക്കും പ്രകൃതിക്കായി കൈകോർക്കാം. കൈ തൊടാതെ കൈമാറുന്ന പരിശുദ്ധി. ചെറിയ മാറ്റങ്ങൾ പുതിയ നാളേക്കായി. ഒറ്റത്തവണ ഉപയോഗം. ശേഷം കാലിത്തീറ്റയായോ ജൈവവളമായോ ഉപയോഗിക്കാം. 100% മണ്ണിൽ അലിഞ്ഞു ചേരുന്നത്. ഇന്ത്യയിലെവിടെയും കൊറിയർ മുഖേന എത്തിച്ചു നൽകുന്നതാണ്. വിളിക്കൂ 9188182384. ഭാഗവതഗംഗ ഒരുക്കുന്നു കൊങ്കണ ബ്രാഹ്മണരുടെ പുണ്യഭൂമിയിലേക്ക് ഒരു ഗോവൻ തീർത്ഥാടനം. ഗോവ പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിൽ തകർന്ന പുണ്യയിടം. ഗോമേതകത്തിന്റെ നാട്. ഹൈന്ദവരാൽ സമ്പന്നമാണ് ഇന്ന് ഗോവ. പഞ്ചാര മണൽത്തിട്ടകളുള്ള കടൽ തീരങ്ങൾ. ഈ വേനലവധിക്കാലം മക്കളോടൊപ്പം ഇവിടെ ചിലവഴിക്കാം. ആദ്യ യാത്ര 2026 മാർച്ച് 27. തുടർന്ന് ഏപ്രിൽ 6, 16, 21, 29, മെയ് 5, 11. വിളിക്കൂ 9188182384. ഹരേ കൃഷ്ണ. ഹരി ഓം. ഭാഗവതഗംഗ ഒരുക്കുന്ന വൃന്ദാവൻ തീർത്ഥയാത്ര മെയ് മാസം മുതൽ ആരംഭിക്കുന്നു.
രാജസ്ഥാനിലെ ആദിബദരി, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ പുണ്യയിടങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു സമ്പൂർണ്ണ വൃന്ദാവൻ തീർത്ഥയാത്ര. വിളിക്കൂ 9401244048 9188182384.